നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനമായിട്ടുള്ള വലപ്പാട് മലപ്പുറം കോമ്പാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നിന്ന് 19.94 കോടി രൂപ തട്ടിച്ചുവെന്ന പരാതിയിൽ ജനറൽ മാനേജർ കൊല്ലം നിവാസിയായിട്ടുള്ള ധന്യ മോഹനെ കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത്. ശനിയാഴ്ച പുലർച്ചെ 3-ന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ധന്യയുടെ ഭർത്താവിനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു കുഴൽപ്പണ സംഘവുമായൊക്കെ തന്നെ ഈ ഒരു ധന്യയ്ക്ക് ഇടപാടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ ഒരു കേസ് അന്വേഷിക്കാൻ ഒരുപക്ഷെ ഇഡിയുടെ ഇടപെടൽ ഈ ഒരു കേസിൽ ഇടപെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് മനസ്സിലാകുന്നത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതായാലും ഈ ഒരു കേസിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. സാവധാനം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് പലർക്കും ധന്യ ലക്ഷക്കണക്കിന് രൂപയാണ് ഉദാര വായ്പയായി അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയത്. തട്ടിച്ചെടുത്ത പണം ഒളിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് എന്ന് കരുതുന്നുമുണ്ട്. ഈ വിധം പണം സ്വീകരിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്യും. ധന്യ കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു പറഞ്ഞിട്ടുണ്ട്. വായ്പാ ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഓൺലൈൻ ഗെയിമിംഗ് അടക്കം വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇതുവഴി ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി പറഞ്ഞതായും ഡിവൈഎസ്പി പറയുകയാണ്. സ്ഥാപനത്തിലെ ഡിജിറ്റൽ പേഴ്സണൽ വായ്പാ ആപ്പ് രൂപപ്പെടുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ധന്യയ്ക്ക് ആപ്പ് വഴിയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നു. മൈക്രോസോഫ്റ്റിൽ ഈ അടുത്തിടെ ഉണ്ടായ തകരാറും ധന്യയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കാരണമായെന്നാണ് അറിയുന്നത്. അക്കൗണ്ടുകൾ ശരിയാക്കാത്തത് പരിഹരിക്കാൻ ധന്യയാണ് നിയോഗിച്ചത്. കമ്പ്യൂട്ടറുകളുടെ വേഗം കുറഞ്ഞത് പരിശോധിക്കുന്നതിനിടയിൽ ധന്യ ഓഫീസിൽ നിന്ന് പോയത് സംശയത്തിനിടയാക്കി. തുടർന്ന് സ്ഥാപന അധികൃതർ വിശദ പരിശോധന നടത്തുകയായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ധന്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഇഡിയുടെ അന്വേഷണം എന്തായാലും ഈ ഒരു കേസിന്മേൽ വരുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ കേസല്ല, കോടികളുടെ തിരുമറി നടന്നിരിക്കുന്നു. ധന്യ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, പലരുടെയും പങ്ക് ഈ ഒരു വിഷയത്തിലുണ്ട്. ഭർത്താവ് അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ ധന്യയെ പൂർണ്ണമായും സഹായിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഭർത്താവിനും കിട്ടേണ്ടതുണ്ട്. ധന്യയെ ഇട്ടുകൊടുത്ത വമ്പന്മാർ ഒളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വ്യക്തമാകുന്നത്.